മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു രസം ഉണ്ടാക്കാവേ. രസം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാകത്തില്ലല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. സദ്യക്കാണേലും നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയാലും അവിടെ എല്ലാ ദിവസവും കാണുന്ന ഒരു കറിയാണ് രസം. അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 6-7 വെളുത്തുള്ളി ചതച്ചത്, ഇതൊരു 8-10 ചുവന്നുള്ളിയുണ്ട്, 3 വറ്റൽമുളക്, കുറച്ച് മല്ലിയില, ഒരു ടൊമാറ്റോ, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമുക്ക് ആവശ്യത്തിന് സാമ്പാർ പൊടി. ഇതൊരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ്. അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടേക്കുവാണ് കുതിരാൻ. നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി ഇടുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂണാണ്. ചിലർ മല്ലി ഇടാതെ ഉണ്ടാക്കാം, പല രീതിയിലും നമുക്ക് രസം ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് കുറച്ച് മല്ലിയും കൂടി ഇട്ട ഒരു രസമാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതിനകത്ത് കുരുമുളക് കുറച്ച് കൂടുതലുള്ളത് നല്ല ടേസ്റ്റാണ്. നമ്മൾ വേറെ ചില്ലി പൗഡറായിട്ട് ഇടുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകം, നമ്മൾ തോരനൊക്കെ ഇടത്തില്ലേ അതുപോലത്തെ ജീരകം, ഒരു നുള്ളേ ഉള്ളൂ ഇത് കേട്ടോ, കൂടെയും പോകരുത്. പിന്നെ നമ്മളൊരു 3 വറ്റൽമുളക് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ മല്ലിയാണേലും ജീരകമാണേലും എല്ലാം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ എത്രയൊക്കെയാണേലും ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് അഴുക്കൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് ഞാനെല്ലാം കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ്. 3 വറ്റൽമുളകും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവേ. നമ്മളിവിടെ ഒരു കടായി എടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുക് അങ്ങോട്ട് പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളി ചതച്ചത് ഇതിട്ട് ഒന്ന് വഴറ്റണേ. ഇതിലേക്ക് നമ്മൾ 2 വറ്റൽമുളക് ഒന്ന് കീറിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ക്രഷ് ചെയ്യാൻ ഒരു 3 എണ്ണം എടുത്തു, 2 എണ്ണം നമ്മൾ ഇതുപോലെ വഴറ്റുന്ന സമയത്തും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച മല്ലി, കുരുമുളക്, ചെറിയ ജീരകം അതും കൂടെ ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യണേ. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് സിമ്മിലേക്ക് വെച്ചേക്കണം. പൊടികൾ എപ്പോൾ ഇട്ടാലും നമ്മൾ സിമ്മിലിട്ട് കൊടുത്തേക്കണേ. ഈ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ, കായപ്പൊടി പറയുന്ന കണക്ക് മഞ്ഞൾപ്പൊടി ഇട്ടില്ലേ അതുപോലെ ചെറിയ ഒരു സ്പൂണിൽ കുറച്ച് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണമേ. ആ മല്ലിയുടെയും ഒക്കെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം. മല്ലി, കുരുമുളക്, ചെറിയ ജീരകം അതെല്ലാം കൂടി ഇട്ടില്ലേ, അതിൻ്റെ ഒരു റോ ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിങ്ങനെ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴറ്റുമ്പം തന്നെ നല്ലൊരു മണമാണ്. രസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ആർക്കും ഒരു ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്ക് കേട്ടോ, തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടില്ല. അത് നമ്മളിനി ഇതിലേക്ക് ഈ പുളി പിഴിഞ്ഞ വെള്ളം ഇങ്ങനെ അരിച്ചങ്ങ് കൊടുത്തേക്കണേ. ഈ പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണം. നമ്മളുടെ ചിലർക്ക് ഇച്ചിരി പുളി കൂടുതൽ വേണം. സാമ്പാറിനാണ്, എനിക്കൊക്കെ സാമ്പാറിനാണ് ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കുന്നത് ഇഷ്ടം. അതുപോലെ രസത്തിനാണേലും ഇച്ചിരി പുളി മുന്നിട്ട് നിൽക്കണമെന്ന് ഇഷ്ടമുള്ളവരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പുളി ഒരു 1-2 പ്രാവശ്യം നന്നായിട്ട് കഴുകി അരിച്ചു കൊടുക്കണേ. നല്ല ശരിക്കും ആ പുളി മുഴുവൻ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്യണേ. നമ്മുടെ ആവശ്യത്തിന്, രസത്തിന് ആവശ്യമുള്ള വെള്ളം. ഇപ്പം നമ്മൾ പുളിവെള്ളം മാത്രമല്ല ഒഴിച്ചിട്ടുള്ളൂ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണേ. കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ നോക്കിയിട്ടേ പിന്നെ ഉപ്പിടാവുള്ളൂ. കാരണം ഇതിനകത്ത് വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ഉപ്പ് ഇടുമ്പോൾ ഒരിക്കലും അത് കൂടിപ്പോകരുത്. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഉപ്പ് നോക്കണം. സ്വല്പം കൂടി ഉപ്പാകാവേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞ് ചേർക്കണം. തക്കാളി ഇച്ചിരി വലുതായിട്ട് ഇങ്ങനെ അങ്ങ് അരിഞ്ഞാൽ മതി. ഇതൊക്കെ തീ കൂട്ടി വെക്കണേ. തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തേക്കണം. രസത്തിന് ഇച്ചിരി മല്ലിയില ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചേക്കണം. കൂട്ടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വേവിക്കണേ. തക്കാളിയൊക്കെ നന്നായിട്ട് അതിനകത്ത് വെന്തിട്ട് ഒന്ന് നല്ല സെറ്റാകണം. അതിനായിട്ടൊരു 3-4 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ രസം ഇവിടെ അടച്ചു വെച്ചിട്ടൊരു
5 മിനിറ്റ് കഴിഞ്ഞു, ഒരു 6 മിനിറ്റോളമായേ. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. എന്നാ മണമാണെന്നറിയോ ഇത്? നല്ലൊരു മണമാണ് ഇതങ്ങോട്ട് തുറക്കുമ്പോഴത്തേന്. ഇപ്പം കണ്ടോ, നമ്മുടെ ഈ ടൊമാറ്റോസ് എല്ലാം നല്ലപോലെ വെന്ത് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. ആ വെളുത്തുള്ളിയുടെയും കുരുമുളക്, മല്ലിച്ചെപ്പ് ഇതെല്ലാത്തിൻ്റെയും കൂടെ ആ ഒരു മണം പെട്ടെന്ന് നമുക്ക് ചോറുണ്ണാൻ തോന്നുന്നത്. നല്ല ടേസ്റ്റും കേട്ടോ, അടിപൊളി ടേസ്റ്റുള്ള ഒരു സാധനമാണ് രസം. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇനി ഒന്നും കൂടെ കടുക് വറുത്തിടാൻ എൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ച് ഇതെല്ലാം കൂടെ വഴറ്റിയത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇനി ഇതിൻ്റെ പുറത്തോട്ട് കടുക് പൊട്ടിച്ച് ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ ചേർന്നുള്ള ഒരു അടിപൊളി രസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മളിപ്പം ചോറൊക്കെ കഴിച്ച് വയറ് നല്ല ഹെവി ആയിട്ട് നമുക്ക് തോന്നുമല്ലോ, വയറ് വല്ലാതെ അങ്ങ് നിറഞ്ഞെന്ന്. ഒരു 1/2 ഗ്ലാസ് രസം ഇതുപോലെ എടുത്ത് കുടിച്ചാലുണ്ടല്ലോ, നമ്മുടെ ആ ഹെവി ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് എല്ലാം മാറിയിട്ട് നല്ലൊരു സുഖമാണ് പിന്നെ കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ ഞാനങ്ങനെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ രസം എല്ലാ കറികളുടെയും കൂടെ പോകും, പ്രത്യേകിച്ച് വെജ് ഐറ്റംസിന്റെ എല്ലാത്തിൻ്റെയും കൂടെ പോകും. പിന്നെ നോൺ വെജ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതിൻ്റെ കൂടെ ചേരുന്ന കറികളെന്ന് പറഞ്ഞാൽ മീൻപീര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. രസവും മീൻപീരയും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ കണവ, കൂന്തൽ എന്നൊക്കെ പറയത്തില്ലേ, ഗുഡ് ഐറ്റം. അപ്പൊ അതിന്റെ തോരനും റോസ്റ്റും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പുളിശ്ശേരി പോലെ തന്നെ ചേർന്ന് പോകുന്ന ഒരു കറിയാണ് രസം. നിങ്ങൾ ഇതിന്റെ എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കേട്ടോ. അപ്പം എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്